Hello, dear students. Welcome back to Indian aestheticism. Here we have the term Vakroti. Vakroti is a very unique concept of Indian poetics. Kundaka, chief exponent of the school of Vakroti, explained it as artistically deviated or deflected turn from the common mode of speech. Vakroti as literary concept was first mentioned by Bama, a 7th century scholar, and then Dendin. Vamana, Rudrada, Abhinavagupta, and Rajabhoja developed their own versions of Vakroti in addition to Kundaga. വക്രോത്തി ഈസ് എ വെരി യുണീക്ക് കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ പോയറ്റിക്സ്. വക്രോത്തി വെരി യുണീക്ക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറിട്ട കോൺസെപ്റ്റാണ് ഇന്ത്യൻ ഇസ്തെറ്റിക്സിലെ ഇന്ത്യൻ പോയറ്റിക്സിലെ. കുന്തക എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ചീഫ് എക്സ്പോണൻ്റ് ഓഫ് ദി സ്കൂൾ ഓഫ് വക്രോത്തി. വക്രോത്തി സ്കൂളിൻ്റെ എക്സ്പോണൻ്റ് കുന്തകനാണ്. എക്സ്പ്ലെയിൻ ഇറ്റ് ആസ് ആർട്ടിസ്റ്റിക്കലി ഡീവിയേറ്റഡ് ഓർ ഡിഫ്ലക്റ്റഡ് ടേൺ ഫ്രം ദ കോമൺ മോഡ് ഓഫ് സ്പീച്ച്. സാധാരണ കോമൺ മോഡ് ഓഫ് സ്പീച്ചിൽ നിന്നും ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വക്രോത്തിയാസ് ലിറ്റററി കോൺസെപ്റ്റ് വാസ് ഫസ്റ്റ് മെൻഷൻഡ് ബൈ ബാമ. ബാമ എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു ടേം ഫസ്റ്റ് മെൻഷൻ ചെയ്തത്. ചീഫ് എക്സ്പോണൻ്റ് ആണ് കുന്തക, പക്ഷേ ഫസ്റ്റ് ഇത് മെൻഷൻ ചെയ്തത് ബാമയാണ്. ഇയാളൊരു 7th സെഞ്ച്വറി സ്കോളറായിരുന്നു. അതിനുശേഷം ഡൻഡിൻ, വാമന, രുദ്രദ, അഭിനവഗുപ്ത, രാജഭോജ ഡെവലപ്ഡ് ദെയർ ഓൺ വേർഷൻസ് ഓഫ് വക്രോത്തി ഇൻ അഡിഷൻ ടു കുന്തക. കുന്തകന് പുറമെ വാമന, ദൻഡിൻ, അഭിനവഗുപ്ത ഇവരൊക്കെ ഈ ഒരു വക്രോത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഹി സെമിനൽ ടെക്സ്റ്റ് വക്രോത്തി ജീവിത, കുന്തക എക്സ്പ്ലെയിൻസ് വക്രത ആസ് പ്രൈമർലി യൂസ്ഡ് ഇൻ ടേംസ് ഓഫ് പോയറ്റിക് ബ്യൂട്ടി. കുന്തകൻ്റെ വക്രോത്തി ജീവിത എന്ന വർക്കിൽ വക്രത എന്ന് പറഞ്ഞ വക്രത ആസ് പ്രൈമർലി യൂസ്ഡ് ഇൻ ടേംസ് ഓഫ് പോയറ്റിക് ബ്യൂട്ടി. വക്രത എന്നുള്ള ടേം പോയറ്റിക് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് സ്ട്രൈക്കിംഗ്, ഇതൊരു സ്ട്രൈക്കിംഗ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ഇറ്റ് മാർക്ക്ഡ് ബൈ പെക്യൂലിയർ ടേൺ ഇമ്പാർട്ടഡ് ബൈ ദ ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഓഫ് പോയറ്റ്. പോയറ്റുകളുടെ ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഇമ്പാർട്ട് ചെയ്യുന്നതിലൂടെയാണ് വക്രത കൈക്കൊള്ളുന്നത്. മനസ്സിലായോ? ഒരു പോയട്രിക്ക് കുറച്ചും കൂടി ഇമാജിനേഷനും ക്രിയേറ്റീവ് ഇമാജിനേഷൻ കൊടുക്കുന്ന സമയത്ത് ആ പോയട്രിക്ക് വക്രത രൂപപ്പെടും. വക്രത മീൻസ് ഡീവിയേഷനാണ്. സാധാരണ ഇപ്പോൾ നമ്മൾ പറയില്ലേ കണ്ണീരിനെ കണ്ണുനീരിനെ ടിയർ ഫ്ലഡുമായിട്ട് മറ്റേ വെള്ളപ്പൊക്കവുമായിട്ട് ഉപമിക്കുന്നത് ശ്വാസത്തെ ടെമ്പസ്റ്റ് കൊടുങ്കാറ്റുമായി ഉപമിക്കുന്നത്. ഇതിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ലാംഗ്വേജിൽ. ഈ ഒരു വക്രത വരുത്തുന്നതിനെയാണ് വക്രോത്തി എന്ന് പറയുന്നത് കേട്ടോ. ആണ് അദ്ദേഹത്തിൻ്റെ വക്രോത്തി ജീവിത എന്ന വർക്കിലാണ് കുന്തകൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വക്രോത്തി ഈസ് അച്ചീവ്ഡ് ബൈ എ കെയർഫുൾ സെലക്ഷൻ ഓഫ് ഡിക്ഷൻ ആൻഡ് ഐഡിയാസ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ തന്നെയാണ്, വക്രോത്തി നേടുക, ഒരു പോയട്രിക്ക് വക്രോത്തി ഉണ്ടാവുക എപ്പോഴാണ്? ലാംഗ്വേജ്, ഡിക്ഷനും ഐഡിയാസും വളരെ കെയർഫുള്ളായിട്ട് സെലക്ട് ചെയ്യുമ്പോഴാണ്, നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് ആ വക്രോത്തി ഉണ്ടാവുക. കാരണം അത്രയും സെലക്റ്റഡ് ആയിരിക്കണം ആ ലാംഗ്വേജ്, എന്നാൽ മാത്രമേ നമുക്കതിൽ എന്തെങ്കിലും വക്രത ഫീൽ ചെയ്യുള്ളൂ. അക്കോർഡിംഗ് ടു കുന്തക, പോയറ്റിക് ഡിക്ഷൻ ദസ് ഷുഡ് ബി ഡിവോയ്ഡ് ഓഫ് ഡേ ടു ഡേ സ്പീച്ച് ആൻഡ് കറപ്റ്റ് വേർഡ്സ്. കുന്തകൻ്റെ അഭിപ്രായത്തിൽ പോയറ്റിക് ഡിക്ഷൻ മീൻസ് പോയറ്റിക് ലാംഗ്വേജ് ദസ് ഷുഡ് ബി ഡിവോയ്ഡ്, ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഡേ ടു ഡേ സ്പീച്ചിൽ നിന്നും, കറപ്റ്റ് വേർഡ്സിൽ നിന്നും, ചീത്തയായ വേർഡ്സിൽ നിന്നും, സാധാരണ ഓർഡിനറി ലാംഗ്വേജിൽ നിന്നും പോയറ്റിക് ഡിക്ഷൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ചാമിങ്, ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, അട്രാക്റ്റീവാണ്, സജസ്റ്റീവ് അട്ടറൻസ് ദാറ്റ് ക്യാരക്ടറൈസ് പോയട്രി. അതിൽ ഹിഡൻ ആയിട്ടുള്ള അട്ടറൻസസ് ഉണ്ടാവും, അത് അട്രാക്റ്റീവ് ആയിരിക്കും. ദ നോഷൻ ഓഫ് വക്രത അല്ലെങ്കിൽ ഡീവിയേഷൻ കവേഴ്സ് ബോത്ത് ദ വേർഡ് ആൻഡ് മീനിങ്. ആ ഒരു ഡീവിയേഷൻ എവിടെയൊക്കെ ഫീൽ ചെയ്യും? അതിൻ്റെ ശബ്ദത്തിലും അർത്ഥത്തിലും. ശബ്ദം എന്ന് പറഞ്ഞാൽ അതിലെ വേർഡ്സിലും ഉണ്ടാവും, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങിലും ആ ഒരു ഡീവിയേഷൻ, ആ ഒരു വ്യതിചലനം, അർത്ഥത്തിലുള്ള ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. ദ വേസ് ഓഫ് വക്രോത്തി ആർ ഇൻഡീഡ് കൗണ്ട്ലെസ്. പല രീതിയിലും വക്രോത്തിനെ നമുക്ക് എഴുതാൻ പറ്റും, അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. വക്രോത്തി ഈസ് ദ ഇൻഡെക്സ് ഓഫ് പോയറ്റ്സ് വെർച്വസിറ്റി, കവി കൗതുക, കവി കൗശലത്തിലൂടെയാണ് ഇത് ഉണ്ടാവുന്നത്. കുന്തക ഡിസ്ക്രൈബ്സ് ദ ക്രിയേറ്റിവിറ്റി ഓഫ് പോയറ്റാസ് വക്ര കവി വ്യാപാര ഓർ കവി വ്യാപാര വക്രത. കുന്തകൻ ഡിസ്ക്രൈബ് ചെയ്യും ഒരു പോയറ്റിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പറയാം, വക്ര കവി വ്യാപാര ഓർ കവി വ്യാപാര വക്രത.
Thus, according to Kundaga, is the primarily source of poetry has the potential to create aesthetic elegance that brings joy to the reader. ഒരു കുന്തകൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രൈമറി സോഴ്സ് പോയട്രീൻ്റെ ഒരു പ്രൈമറി സോഴ്സ് എന്നാൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുക, ഈസ്തെറ്റിക് എലഗൻസ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവ്, പൊട്ടൻഷ്യൽ ഉണ്ടാവുക. ദാറ്റ് ബ്രിങ്സ് ജോയ് ടു ദ കൾച്ചേർഡ് റീഡർ. ഇതാണ് ഒരു റീഡറിന്, കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു റീഡറിന് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് പ്രൈമറി സോഴ്സ് ഓഫ് പോയട്രി. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. കുന്തകൻ്റെ അഭിപ്രായത്തിൽ പ്രൈമറി സോഴ്സ് ഓഫ് പോയട്രി എന്ന് പറഞ്ഞത് ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു ക്രിയേറ്റ് ഈസ്തെറ്റിക് ബ്യൂട്ടി. It will also bring the ഈസ്തെറ്റിക് എലഗൻസ് ടു ദ കൾച്ചേർഡ് റീഡർ. കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു റീഡർക്ക് ഈസ്തെറ്റിക് ബ്യൂട്ടി ആനന്ദിപ്പിക്കാനുള്ള പോയട്രിയുടെ കഴിവ്, അതിനുള്ള പോയട്രിക്ക് ഉണ്ടാവുന്ന ആ പൊട്ടൻഷ്യൽ അതിനുണ്ട് എന്നാണ് കുന്തകൻ പറയുന്നത്. ഒരു പ്രൈമറി സോഴ്സ് ഓഫ് പോയട്രിക്ക് ഉണ്ടാവേണ്ട ഒരു പ്രൈമറി സോഴ്സ് എന്താണ്? ഈസ്തെറ്റിക് എലഗൻസ് ഉണ്ടാക്കാൻ കഴിയുക റീഡേഴ്സിന്. Theory of Vakroti is distinct in the sense that it perceives literary production from the point of view of the poet, whereas the proponent of Rasa and Dhwani theories are concerned with the objectives of poetry. ഇവിടെ നോക്കൂ, ഒരു പോയിന്റ് ഉണ്ട്. തിയറി ഓഫ് വക്രോത്തി, വക്രോത്തിയുടെ തിയറി ഡിസ്റ്റിങ്ക്റ്റ് ആണ് സാധാരണയിൽ നിന്നും. ഇതെന്താണ് നൽകുന്നത്? പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി ലിറ്റററി പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ പോയറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമുക്ക് വക്രതയിലൂടെ കിട്ടുന്നത്. ലിറ്റററി പ്രൊഡക്ഷൻ പെർസീവ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു പോയിന്റ് ഓഫ് വ്യൂ കിട്ടും. അറ്റ് ദ സെയിം ടൈം രസ ആൻഡ് ധ്വനി തിയറി ഈസ് കൺസേൺ വിത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പോയട്രി. രസാധ്വനി തിയറികൾ പോയട്രിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്ക് തരുന്നത് എങ്കിൽ വക്രത തിയറി കൺസേൺ വിത്ത് ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി പോയറ്റ്. മനസ്സിലായി? ഒരു പോയിന്റ് ചെറുതാക്കിയതാണ് നമ്മൾ. വക്രത കൺസേൺസ് ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി പോയറ്റ്. അറ്റ് ദ സെയിം ടൈം രസ ആൻഡ് ധ്വനി തിയറി കൺസേൺസ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പോയട്രി. ഓക്കെ, then according to Bama, Vakroti is the way of expression different from Alangaras but at the same time a part of Alangaras. അക്കോർഡിംഗ് ടു ബാമൻ്റെ അഭിപ്രായത്തിൽ വക്രോത്തി ഈസ് ദ വേ ഓഫ് എക്സ്പ്രഷൻ ഡിഫറെൻറ്റ് ഫ്രം അലങ്കാരാസ്. അലങ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് വക്രോത്തി. ബട്ട് ദ സെയിം ടൈം എ പാർട്ട് ഓഫ് ഓൾ പക്ഷേ വക്രോത്തി എല്ലാ അലങ്കാരങ്ങളുടെയും ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ എന്താ നോക്കും, അലങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് ആണ്. സിമിലി, മെറ്റഫർ, എന്താണ് പേഴ്സോണിഫിക്കേഷൻ, പാത്തറ്റിക് ഫാലസി, ഈ സംഭവങ്ങളൊക്കെ പോയട്രിക്ക് ബ്യൂട്ടി നൽകുന്ന അലങ്കാരങ്ങളാണിതൊക്കെ. കാരണം ഇതിൽ നിന്ന് വ്യത്യാസമാണ് വക്രോത്തി എന്നാണ് ഇയാൾ പറയുന്നത്. ഡെൻറ്റിൻ സീസ് വക്രോത്തി ആസ് ഡിഫറെൻറ്റ് ഫ്രം സ്വഭാവോക്തി. ഇവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത് സ്വഭാവോക്തി എന്നാൽ എന്താണെന്നാണ് കേട്ടോ. ഡെൻറ്റിൻ കാണുന്നു വക്രോത്തി ഡിഫറെൻ്റ് ആണ് സ്വഭാവോക്തിയിൽ നിന്നും. സ്വഭാവോക്തി പറഞ്ഞ നാച്ചുറൽ വേ ഓഫ് നരേഷൻ, സാധാരണ നരേഷൻ, അതിനെയാണ് സ്വഭാവോക്തി എന്ന് പറയുക. എന്താണ്? ഓർഡിനറി ലാംഗ്വേജ് അല്ലേ, ഓർഡിനറി ലാംഗ്വേജിന് ഡിഫറെൻ്റ് ആണ്. സ്വഭാവോക്തി എന്ന് പറഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജ്, ഓർഡിനറി ലാംഗ്വേജ്, അല്ലെങ്കിൽ നാച്ചുറൽ വേ ഓഫ് നരേഷൻ. ആൻഡ് ഡിക്റ്റേറ്റഡ് ദാറ്റ് ദ ഫോർമർ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ഇൻ പോയട്രി. അപ്പോൾ ആ ഒരു ഡീവിയേറ്റഡ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോയട്രിക്ക്. പറഞ്ഞാൽ വക്രോത്തി നമുക്ക് നിർബന്ധമാണ്, മോർ ഇമ്പോർട്ടൻ്റ് ആണ് പോയട്രിക്ക്. ഒരു പോയട്രിക്ക് ചാമുണ്ടാകും. പോയറ്റിക് ലാംഗ്വേജ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓർഡിനറി ലാംഗ്വേജ്. ദർ ആർ ലോട്ട് ഓഫ് സിമിലീസ്, മെറ്റഫർ, അല്ലെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ചസ്. ഇറ്റ് എൻഹാൻസസ് ദ ബ്യൂട്ടി ഓഫ് ദ പോയട്രി. സോ പോയറ്റിക് ലാംഗ്വേജ് ഈസ് ഡിഫറെൻറ്റ് from ordinary language. Poetic language is different from the natural way of narration, അല്ലെങ്കിൽ ഡേ ടു ഡേ സ്പീച്ചിൽ നിന്നും നാച്ചുറൽ വേ ഓഫ് നരേഷനിൽ നിന്നും ഡിഫറെൻ്റ് ആണ് എന്ത്? പോയറ്റിക് ലാംഗ്വേജ്. അപ്പോൾ സ്വഭാവോക്തി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വേ ഓഫ് നരേഷൻ. ഓക്കെ, then Rudrada conceptualize the ways in which Vakroti is affected in literature. രുദ്രത വക്രോത്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഭിനവ് ഗുപ്ത ആൻഡ് വാമന have also contributed to the theory of Vakroti. ഇവരും ഈ ഒരു വക്രോത്തി തിയറിയിലേക്ക് വാമനനും അഭിനവ് ഗുപ്തനും ഒക്കെ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, now we have അലങ്കാര. അലങ്കാര means ornament. In literature it refers the
Okay, Alangara means ornament. In literature, it refers to figures, embellishment used by poet to achieve the desired effect. അലങ്കാര എന്ന് പറഞ്ഞാൽ ഓർണമെൻ്റ് ആണ്, ആഭരണങ്ങളാണ് അല്ലേ. സ്ത്രീക്ക് കുങ്കുമം, ചന്ദനം അല്ലെങ്കിൽ ഗോൾഡ് ജ്വൽസ് ഒക്കെ ആഭരണങ്ങളാണെങ്കിൽ പോയട്രിക്കും ഉണ്ട് ഓർണമെൻറ്റ്സ്. മനസ്സിലായോ? പോയട്രിയുടെ ഓർണമെൻറ്റ്സ് എന്താണ്? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, ഫിഗർ ഓഫ് സ്പീച്ച് ഇവയെല്ലാമാണ്. പക്ഷേ ഇതിന് മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ഇന്ത്യൻ പോയറ്റിക്സിൽ വേറെ ടേംസ് ആണ് ഉപയോഗിക്കുക. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇൻ ലിറ്ററേച്ചർ ഇറ്റ് റെഫേഴ്സ് ഫിഗേഴ്സ് അല്ലെങ്കിൽ എംബെലിഷ്മെൻറ്റ് പറഞ്ഞാൽ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ ട്രാജഡീൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എംബെലിഷ്ഡ് വിത്ത് പറഞ്ഞാൽ എന്താണ്, ഡെക്കറേറ്റഡ് വിത്ത് എന്നാണ്. പോയട്രിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ ലിറ്ററേച്ചർ ഇറ്റ് റെഫേഴ്സ് ടു ഫിഗേഴ്സ്, എംബെലിഷ്മെൻറ്റ് യൂസ്ഡ് ബൈ ദ പോയറ്റ് ടു അച്ചീവ് ദ ഡിസയേർഡ് എഫക്റ്റ്. പോയറ്റ് ഉദ്ദേശിക്കുന്ന ആ ഡിസയേർഡ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന ഫിഗേഴ്സ് ആണെന്ത്, അലങ്കാരങ്ങൾ. നോട്ട് ദി പോയിൻറ്റ്. Alangaras are the figures or embellishment used by the poet to achieve the desired effect to the readers. റീഡേഴ്സിനാണല്ലോ കിട്ടുക. Okay, there are two types of alangaras widely recognized in the Indian poetics. So, Shabda alangaras or embellishment attached to the words, and Artha alangaras or that ornament the meaning. മനസ്സിലായോ? രണ്ട് ടൈപ്സ് അലങ്കാരങ്ങളുണ്ട്. ഒന്ന് ശബ്ദാലങ്കാര, രണ്ടാമത്തത് അർത്ഥാലങ്കാര. ശബ്ദാലങ്കാര ആവുമ്പോൾ എവിടെയാണ് ഡെക്കറേറ്റ് ചെയ്യുക? വേർഡ്സിനെയാണ്. എംബെലിഷ്മെൻറ്റ് അറ്റാച്ച്ഡ് ടു ദ വേർഡ്സിനെയാണ് അലങ്കരിക്കുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡേ, ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് റൈം സ്കീം ഒരേ രീതിയിലാക്കിയിട്ട് റൈമിങ് സ്കീമൊക്കെ കൊടുക്കുന്നതാണ് ശബ്ദാലങ്കാരങ്ങൾ. ഇനി നമുക്ക് അർത്ഥാലങ്കാരാസ് എന്താണെന്ന് നോക്കാം. അർത്ഥാലങ്കാരാസ് എന്ന് പറഞ്ഞാൽ ഓർണമെൻറ്റ് ദ മീനിങ്ങിന് അർത്ഥത്തിനാണ് ഡെക്കറേഷൻ കൊടുക്കുക. അതെന്തായിരിക്കും? എന്താണ്, പ്രഭാതം തല താഴ്ത്തി, അല്ലെങ്കിൽ ടിയർ ഫ്ലഡ് അല്ലേ, കണ്ണുനീരിന് നമുക്ക് എന്താണ് വെള്ളപ്പൊക്കമായിട്ട്, അല്ലെങ്കിൽ എന്താണ് നെടുവീർപ്പിനെ ടെമ്പസ്റ്റ് കൊടുങ്കാറ്റുമായിട്ടൊക്കെ ഉപമിക്കണതിന് അല്ലേ, അതൊക്കെ അർത്ഥത്തിനാണ് മാറ്റം കൊടുക്കുന്നത്. അല്ലെങ്കിൽ കോമ്പസ് ഇമേജൊക്കെ, ഇതൊക്കെ എന്താണ്, അർത്ഥാലങ്കാരങ്ങളാണ്. അപ്പോൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് അലങ്കാരാസ്, ശബ്ദ അലങ്കാരാസ് ആൻഡ് അർത്ഥാലങ്കാരാസ്. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ് അലങ്കാരങ്ങൾ നോക്കുക. ശബ്ദാലങ്കാരത്തിന് എക്സാമ്പിൾ അനുപ്രാസ. അനുപ്രാസ എന്ന് പറഞ്ഞാൽ റൈം സ്കീമാണ് ശബ്ദാലങ്കാരത്തിന് എക്സാമ്പിൾ. രണ്ടാമത്തത് രൂപക എന്ന് പറഞ്ഞാൽ മെറ്റഫർ, ഉപമ, സിമിലി, അതിശയോക്തി എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോൾസ് ആർ സം ഓഫ് ദി അർത്ഥാലങ്കാരാസ്. നമ്മൾ വളരെ പെരുപ്പിച്ചിട്ട് മീനിങ് പറയാം, ഹൈപ്പർബോൾസ് കേട്ടോ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇംഗ്ലീഷിൽ മെറ്റഫർ, സിമിലി, ഹൈപ്പർബോൾസ് എന്ന് പറയുമെങ്കിലും ഇതിനൊക്കെ സംസ്കൃതത്തിൽ അല്ലെങ്കിൽ മലയാളീകരിച്ച് പറയുകയാണ് രൂപക, ഉപമ, അതിശയോക്തി. ഈ വേർഡ് തന്നെ പഠിക്കണം കേട്ടോ. ഇതൊക്കെയാണ് എന്ത്, അർത്ഥാലങ്കാരാസ്. ഓക്കെ, ഇന്ത്യൻ സ്കോളേഴ്സ് വ്യൂഡ് അലങ്കാരാസ് ആസ് ദ മീൻസ് ഓഫ് ഡീവിയേഷൻ ഓഫ് എക്സ്പ്രഷൻ ടു അവോയ്ഡ് പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പോയട്രി. ഇതെന്താണ്, നോട്ട് ചെയ്യണം ഈ ഒരു പോയിന്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്നതൊക്കെ അലങ്കാരത്തെ കുറിച്ചിട്ടൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നോക്കൂ, Indian scholars viewed alangaras as a means of deviation of expression. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എക്സ്പ്രഷനിലുള്ള ഡീവിയേഷൻ. നമ്മളൊരു കാര്യം എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വളഞ്ഞിട്ട് അത് എക്സ്പ്രസ് ചെയ്യുക. ടു അവോയ്ഡ് പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റിന് ഒഴിവാക്കിയിട്ട്. പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വേ ഓഫ് എക്സ്പ്രഷൻ, അത് തന്നെയാണ് സ്വഭാവോക്തി. അപ്പോൾ നമ്മൾ മുകളിൽ പഠിച്ചു കഴിഞ്ഞു, ഇവിടെ ഓരോ പോയിൻ്റ് ഉണ്ട് മനസ്സിലാകാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സാവധാനം പറയുന്നത്. സ്വഭാവോക്തി എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഓർഡിനറി ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ വേ ഓഫ് നരേഷനാണ്. സാധാരണ രീതിയിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഡേ ടു ഡേ ലാംഗ്വേജ് ആണ് സ്വഭാവോക്തി എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലങ്കാരങ്ങൾ കൊടുക്കുന്നത്. ഡീവിയേറ്റ് ചെയ്യാൽ മാത്രമേ അതിന് അലങ്കാരം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇന്ത്യൻ സ്കോളേഴ്സ് വ്യൂഡ് അലങ്കാരാസ് ആസ് എ മീൻസ് ഓഫ് ഡീവിയേഷൻ ഓഫ് എക്സ്പ്രഷൻ ടു അവോയ്ഡ് പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റ്. ലോക്കൽ ലാംഗ്വേജിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വഭാവോക്തി നാച്ചുറൽ വേ ഓഫ് നരേഷനിൽ നിന്നും മാറിയിട്ട് അതിലൊരു വ്യതിചലനം വരുത്തിയിട്ടാണ്
ഒരു പോയട്രി എഴുതുക. ഇങ്ങനെ എഴുതുന്നതിനാണ് അലങ്കാരാസ് എഴുതുക, അലങ്കാരാസ് ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? അലങ്കാരാസ് ആസ് എ മീൻസ് ഓഫ് അലങ്കാര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഡീവിയേഷനാണ് എക്സ്പ്രഷനിലുള്ള ടു അവോയ്ഡ് പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോയട്രിയിൽ. ദിസ് അലങ്കാര സ്റ്റാൻഡ്സ് ഫോർ ദ ബ്യൂട്ടിയസ് ഇൻ ദ പോയറ്റിക്കൽ ഫോം. ഇത് അലങ്കാര എൻഹാൻസ് ദ ബ്യൂട്ടി ഓഫ് പോയട്രി. ഓക്കെ. Then next paragraph, the first reference to Alankaras can be seen in 16th chapter of Natyashastra of Bharata. ഫസ്റ്റ് ആയിട്ട് അലങ്കാരത്തെക്കുറിച്ച് റെഫർ ചെയ്തത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലാണ്. ഹാവ് യു ഹേർഡ് ദ നാട്യശാസ്ത്ര? നാട്യശാസ്ത്ര ഇസ് എ വർക്ക് ബൈ ഭരതമുനി അല്ലേ? ആ ഒരു ഭരതമുനി എഴുതിയ ആ വർക്കിലാണ് രസ തിയറി ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഭരതമുനി എഴുതിയ നാട്യശാസ്ത്രത്തിന് കമൻട്രി എഴുതിയത് ആരാണ്? അഭിനവഗുപ്തനാണ്. അതിൻ്റെ പേരെന്താണ്? അഭിനവഗുപ്തൻ തന്നെയാണ് ആ ഒരു നാട്യശാസ്ത്രത്തിന് കമൻട്രി എഴുതിയത് അല്ലേ? അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. അഭിനവ ഭാരതി എന്നാണ് ആ ഒരു കമൻട്രി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഭരതമുനി നാട്യശാസ്ത്രം എഴുതി, നാട്യശാസ്ത്രത്തിന് കമൻട്രി എഴുതി, അതിൻ്റെ പേരാണ് അഭിനവ ഭാരതി. അത് എഴുതിയത് അഭിനവഗുപ്തനാണ്. ഓക്കെ. Then in that chapter Bharata discusses lakshanas of good drama which termed of Kavya Vibhushan. Later these lakshanas came to be identified as alankaras, even as some scholars differentiated between the two. ഇവിടെ എന്താ പറയുന്നത് നോക്ക്. നല്ല ഭരതൻ ഡിസ്കസ് ചെയ്തു, നല്ലൊരു ഗുഡ് ഡ്രാമൻ്റെ ക്വാളിറ്റി എന്താ വെച്ചാൽ അതിന് കാവ്യവിഭൂഷൺ ഉണ്ടാവണം, അതിന് കുറച്ച് ലക്ഷണങ്ങൾ വേണം, അത് ആർട്ടിസ്റ്റിക്കലി ഡെക്കറേറ്റ് ചെയ്തതാവണം, അതിന് കുറച്ച് ഫീച്ചേഴ്സും വേണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആയാൽ മാത്രമേ ഒരു നല്ല ഡ്രാമയുടെ ലക്ഷണങ്ങൾ അതിനുണ്ടാവുള്ളൂ. ഇൻ ദ സെയിം ടൈം ദേ അഗ്രി ദാറ്റ് ഒബ്സർവേഷൻസ് മെയ്ഡ് ബൈ ഭരത ഇൻ ടേംസ് ഓഫ് ഡ്രാമ ആർ ഹൈലി റെലവൻറ്റ് ടു ദ പോയട്രി ഓൾസോ. എന്താണ്? ഡ്രാമക്കുള്ള എല്ലാ ഫീച്ചേഴ്സും എന്തിനും ആവശ്യമാണ്, പോയട്രിക്കും റെലവൻ്റ് ആണ്. ഇൻ ദ 6th century ഭാമ മെയ്ഡ് സബ്സ്റ്റാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് അലങ്കാര ശാസ്ത്ര. 6th centuryയിൽ ഭാമൻ വളരെയധികം കോൺട്രിബ്യൂഷൻസ് അലങ്കാര ശാസ്ത്രത്തിലേക്ക് നൽകി. ഡെൻഡിൻ ആൻഡ് രുദ്രദ ഹാവ് ഓൾസോ ബീൻ ക്രെഡിറ്റഡ് ആസ് ദ ലീഡേഴ്സ് ഓഫ് ദിസ് സ്കൂൾ. ഡെൻഡിനും രുദ്രദനുമാണ് ഈ ഒരു സ്കൂളിൻ്റെ ലീഡേഴ്സ്. ദിസ് ക്യാൻ ബി ടേംഡ് അറ്റ് ദ ഫസ്റ്റ് സിസ്റ്റം that was systematically developed during the early period of Indian poetics. ഇത് ഇതൊരു ഫസ്റ്റ് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തത് ഏർലി പീരീഡ് ഓഫ് ഇന്ത്യൻ പോയറ്റിക്സിൻ്റെ ഏർലി പീരീഡിലാണ് ഇത് ഡെവലപ്പായത്. ഭാമ ആൻഡ് ഡെൻഡിൻ ഹെൽഡ് അലങ്കാര ബോത്ത് ആസ് ഫിഗറേറ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ് ആസ് വെൽ ആസ് പോയറ്റിക് പ്രിൻസിപ്പിൾ. ഇവർ രണ്ടുപേരും പറഞ്ഞു അലങ്കാര എന്താണ്, ഭാമൻ ഡെൻഡിനും പറഞ്ഞു അലങ്കാര എന്ന് പറഞ്ഞത് ഫിഗറേറ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ് ആണ്, അതേസമയം പോയറ്റിക് പ്രിൻസിപ്പിളും കൂടിയാണ്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അലങ്കാര ബോത്ത് ആസ് എ ഫിഗറേറ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ് അറ്റ് ദ സെയിം ടൈം ദ പോയറ്റിക് പ്രിൻസിപ്പിൾ. ഓക്കെ, പോയറ്റിക് പ്രിൻസിപ്പിളും ആണ് ഫിഗറേറ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജും ആണ്. ഓക്കെ. ഭരത ഒപ്പൈൻഡ് ദാറ്റ് അലങ്കാര ഹെൽപ്സ് ടു ട്രാൻസ്ഫോം പ്ലെയിൻ എക്സ്പ്രഷൻസ് ഒബ്ലീക്ക് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഇൻ പോയട്രി. നോട്ട് ദ പോയിന്റ്. ഭരതൻ അഭിപ്രായപ്പെട്ടു അലങ്കാര ഹെൽപ്സ് ടു ട്രാൻസ്ഫോം, അലങ്കാരങ്ങൾ ഹെൽപ്പ് ചെയ്യും ട്രാൻസ്ഫോം ചെയ്യാൻ, എന്തിനെ മാറ്റാൻ? പ്ലെയിൻ ആയിട്ടുള്ള എക്സ്പ്രഷൻസിനെ അല്ലെങ്കിൽ സ്വഭാവോക്തിയെ അല്ലെങ്കിൽ ഓർഡിനറി ലാംഗ്വേജിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ആര് സഹായിക്കും? അലങ്കാരം സഹായിക്കും. എന്നിട്ട് എന്താക്കിയാൽ മാറ്റുന്നത്? ഇറ്റ് വിൽ ബിക്കം ദ ഒബ്ലീക്ക് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ലാംഗ്വേജ് ഇൻ പോയട്രി. ഇത് ഒബ്ലീക്ക് ഒരു വേറിട്ട ലാംഗ്വേജ് ആക്കും, എക്സ്ട്രാ ഓർഡിനറി ലാംഗ്വേജ് ആക്കും പോയട്രിയിൽ. അപ്പോൾ അലങ്കാരം എന്തിനാണ്? It will make the poetic language oblique and extraordinary. ഓക്കെ, പോയറ്റിക് ലാംഗ്വേജിനെ ഒബ്ലീക്ക് അല്ലെങ്കിൽ യുണീക്കും എക്സ്ട്രാ ഓർഡിനറിയും ആക്കാൻ വേണ്ടി എങ്ങനെയാണ് ആക്കുക? ഇറ്റ് വിൽ ട്രാൻസ്ഫോം ദ ഓർഡിനറി സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് വിൽ ട്രാൻസ്ഫോം ദ പ്ലെയിൻ എക്സ്പ്രഷൻസ്, പ്ലെയിൻ ആയിട്ടുള്ള എക്സ്പ്രഷൻസിനെ അല്ലെങ്കിൽ സ്വഭാവോക്തിയെ മാറ്റിയിട്ടാണ്. ഈ വേർഡ് ഞാൻ വീണ്ടും ഉപയോഗിക്കണം. എന്തിനാ വെച്ചാൽ സ്വഭാവോക്തി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് നാച്ചുറൽ വേ ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്ലെയിൻ ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാവണം. പോയറ്റിക് ലാംഗ്വേജ് ആക്ച്വലി നോട്ട് ദ പ്ലെയിൻ ലാംഗ്വേജ്. ഇറ്റ് ആഡ് മോർ ബ്യൂട്ടി ബൈ ആഡിങ് ദ അലങ്കാരാസ് വക്രോത്തി എല്ലാം ആഡ് ചെയ്തിട്ട് ഇതിന് പോയറ്റിക് ചാമ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ.
Okay. Bama and Dundin recognize that poetry is essentially nothing other than language. Anandavardhana declared that even though Alangaras is external to Kavya Sharira, അലങ്കാര ശരിക്കും കാവ്യശരീരത്തിന് പുറത്താണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ദ സോൾ വെൻ ഇറ്റ് സജസ്റ്റഡ്. പക്ഷേ അതിന് സജസ്റ്റഡ് മീനിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് സോളായി മാറും. ബോജ ക്ലാസിഫൈഡ് അലങ്കാരാസ് ഇൻ ടു 3. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭോജൻ ക്ലാസിഫൈ ചെയ്തു അലങ്കാരത്തിന് 3ആയിട്ട്. ഏതൊക്കെയാണ്? ശബ്ദ, അർത്ഥ, ശബ്ദാർത്ഥ. അല്ലെങ്കിൽ നമുക്ക് പറയാം ശബ്ദം എന്ന് പറഞ്ഞാൽ വേർഡ്സ് ആണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ശബ്ദം അത് ബാഹ്യമായി കേൾക്കുന്നതാണ് ശബ്ദം. അർത്ഥം എന്ന് പറഞ്ഞാൽ മീനിങ്ങിനുണ്ടാവുന്ന അലങ്കാരങ്ങളാണ് അർത്ഥ. പിന്നെ ആഭ്യന്തര ശബ്ദാർത്ഥ അല്ലെങ്കിൽ അതിനങ്ങനെയും പറയാം. അപ്പോൾ ശബ്ദാർത്ഥ അല്ലെങ്കിൽ ബാഹ്യ ആഭ്യന്തര ബാഹ്യാഭ്യന്തര അലങ്കാരത്തെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അത് ശബ്ദത്തെ തന്നെയാണ് ബാഹ്യം എന്ന് പറയുന്നത്, അർത്ഥം തന്നെയാണ് ആഭ്യന്തരം എന്ന് പറയുന്നത്, ശബ്ദാർത്ഥ എന്നത് ബാഹ്യാഭ്യന്തരം. ഇങ്ങനെ 3ആയിട്ടാണ് തരംതിരിച്ചത്. The scholars who advocated the Alankara Samprayana nevertheless warned the poetry should not be compromised for the sake of Alankaras. They advised to exercise Aujitya or propriety and harmony while employing Alankaras to make the poem appealing and beautiful. The scholars advocated the Alankara Samraya, Alankara സ്കൂളിലുള്ള സ്കോളേഴ്സ് വാൺ ദ പോയട്രി ഷുഡ് നോട്ട് ബി കോംപ്രമൈസ്ഡ് ഫോർ ദ സേക്ക് ഓഫ് അലങ്കാർസ്. ഇവർ വാൺ ചെയ്തിട്ടുണ്ട് അലങ്കാരം ഉണ്ടാവാൻ വേണ്ടി മാത്രമല്ല പോയട്രി ഷുഡ് നോട്ട് ബി കോംപ്രമൈസ്ഡ് ഫോർ ദ അലങ്കാരം മാത്രമായാൽ പോരെ പോയട്രിയിൽ എന്ന് സ്കോളേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അവർ അഡ്വൈസ് ചെയ്തു ടു എക്സർസൈസ് ഔചിത്യ. അലങ്കാരം എങ്ങനെ ഉപയോഗിക്കണം? ഔചിത്യത്തോട് നല്ലൊരു ഔചിത്യം വേണമെന്ന് പറയില്ല, മലയാളം പഠിക്കണവർക്ക് അറിയാൻ പറ്റും. അവർ അഡ്വൈസ് ചെയ്തു എക്സർസൈസ് ഔചിത്യ ഓർ പ്രൊപ്രൈറ്റി. രണ്ടും അനുയോജ്യം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഒരു ഔചിത്യം വേണം അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഹാർമോണിയസ് ആയിരിക്കണം. ഔചിത്യ ഓർ പ്രൊപ്രൈറ്റി ആൻഡ് harmony while employing alankaras to make the poem appealing and beautiful. അലങ്കാരം ഉപയോഗിക്കുമ്പോൾ ഔചിത്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് തമാശ പറയുമ്പോൾ ചിരിക്കണമെങ്കിൽ അവിടെ യോജിച്ചെങ്കിൽ മാത്രമേ ചിരി വരുള്ളൂ. അതുപോലെ തന്നെ അലങ്കാരാസ് ഉപയോഗിക്കുമ്പോൾ ഔചിത്യത്തോടു കൂടി പ്രൊപ്രൈറ്റിയോട് കൂടി ഹാർമണിയോട് കൂടി ഉപയോഗിച്ചാൽ മാത്രമേ ഒരു പോയം ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് തോന്നുള്ളൂ. ടു മേക്ക് ദ പോയം അപ്പീലിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ. പ്ലീസിങ്ങും അപ്പീൽ പറഞ്ഞാൽ പ്ലീസിങ്, നമുക്ക് സന്തോഷം തോന്നുക, ആ പോയം ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുക. എങ്ങനെ വേണം? അലങ്കാരാസ് ഷുഡ് യൂസ്ഡ് ബൈ ഔചിത്യത്തോടു കൂടി വേണം അലങ്കാരസ് ഉപയോഗിക്കാൻ. ഔചിത്യ ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു ഡിസേൺ ദ റെലവൻസ് ആൻഡ് ഫങ്ഷൻ ഓഫ് അലങ്കാരാസ് ഇൻ പോയട്രി. കവിതയിലെ അലങ്കാരത്തിൻ്റെ പ്രശസ്തിയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഔചിത്യത്തിലാണ് ഉൾപ്പെടുന്നത്. മനസ്സിലായോ? ആനന്ദവർദ്ധന ഔചിത്യത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് ആ ഒരു എബിലിറ്റി, അത് മനസ്സിലാക്കാനുള്ള ഒരു കവിതയുടെ റെലവൻസും ഫങ്ഷനും. കവിതയുടെ മീൻസ് ആ കവിതയിൽ ഉപയോഗിച്ചിട്ട് അലങ്കാരത്തിൻ്റെ ഫങ്ഷനും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഔചിത്യത്തിലാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് പറഞ്ഞത്. യോജിപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് ചുരുക്കം. ഈ ഒരു പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഔചിത്യ എന്ന് പറഞ്ഞാൽ പ്രൊപ്രൈറ്റി എന്നാണ് മീനിങ്, പ്രൊപ്രൈറ്റി ആൻഡ് ഹാർമണി എന്നാണ് മീനിങ്. അത് നെസസറി ആണ് ഒരു പോയട്രിക്ക്. ഇതെന്താണ്? ഇതിലാണ് എന്തുള്ളത്? എബിലിറ്റി ടു ഡിസേൺ ദ റെലവൻസ് ആൻഡ് ഫങ്ഷൻ ഓഫ് അലങ്കാരാസ് ഇൻ പോയട്രി. ഒരു പോയട്രിയുടെ ഫങ്ഷനും അതിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? അലങ്കാരാസ് ഔചിത്യത്തോട് ഉപയോഗിക്കണം. അപ്പോൾ ഔചിത്യത്തിലാണ് ഇത് അടങ്ങിയിരിക്കുന്നത്, ഒരു പോയട്രിൻ്റെ ഫങ്ഷനും റെലവൻസും. ആനന്ദവർദ്ധന ഹാസ് പ്രിസ്ക്രൈബ്ഡ് സർട്ടൻ റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് റിഗാർഡിംഗ് ദ യൂസ് ഓഫ് അലങ്കാരസ്. ആനന്ദവർദ്ധനൻ ചില നിയമങ്ങൾ വെച്ചു അലങ്കാരത്തിൻ്റെ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചിട്ട്. അലങ്കാരാസ് ഷുഡ് നോട്ട് ബി ദ മെയിൻ എലമെൻറ്റ് ഇൻ ദ പോയം ആൻഡ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു മേക്ക് ദ തീം ലുക്ക് ഇൻസിഗ്നിഫിക്കൻറ്റ്. അലങ്കാരാസ് ആവരുത് ഒരു പോയട്രിയിലെ മെയിൻ എലമെൻറ്റ്. ഫുള്ളായിട്ട് ഓർണമെൻ്റ് അങ്ങോട്ട് കൊടുത്ത് അലങ്കരിച്ച് വെച്ചാൽ ഭംഗി ഉണ്ടാവുമോ? ഒരു സ്ത്രീനെ കംപ്ലീറ്റ് ആയിട്ട് ആഭരണം കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവുമോ? ഇല്ല. അത് ഇടേണ്ടിയോടത്ത് വളരെ കുറച്ചിട്ടാൽ അതിൻ്റെ ആ ഒരു ഔചിത്യത്തോടു കൂടി ഇടേണ്ട സ്ഥലത്ത് എല്ലായിടത്തും അങ്ങോട്ട് വിരലിലും നഖത്തിലും കാലിലും എല്ലായിടത്തും നെറ്റിയിലും മുഖത്തും എല്ലായിടത്തും അങ്ങോട്ട് സ്വർണ്ണം അണിഞ്ഞാൽ
പെണ്ണിനെ കാണാൻ ഭംഗി ഉണ്ടാവുമോ? ഇല്ല. അതുപോലെ തന്നെ അലങ്കാരം കംപ്ലീറ്റ് ആയിട്ട് പോയട്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല. അലങ്കാരാസ് ഷുഡ് നോട്ട് ബി ദ മെയിൻ എലമെൻറ്റ് ഓഫ് ദി പോയം. അലങ്കാരം ഒരിക്കലും പോയട്രിയുടെ ഒരു പോയത്തിൻ്റെ മെയിൻ എലമെൻ്റ് അല്ല. ആൻഡ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു മേക്ക് ദ തീം ലുക്ക് ഇൻസിഗ്നിഫിക്കൻറ്റ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താവും, അതിൻ്റെ തീം നമുക്കത് അപ്രധാനമായി തോന്നും ഫുൾ അലങ്കാരം ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ അലങ്കാര ഈസ് കോമൺലി അണ്ടർസ്റ്റുഡ് ആസ് ദ മെത്തേഡ് ഓഫ് ഇവോക്കിംഗ് ദ ഡിസയേർഡ് രസ. അലങ്കാരം കോമൺലി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം, ഇത് രസ ഇവോക്ക് ചെയ്യണം. രസം ഇവോക്ക് ചെയ്യുന്ന ഒരു കോമൺ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം അലങ്കാരാസ് ഉപയോഗിക്കാൻ. ഇതിലൂടെ ഡിസയേർഡ് എഫക്റ്റ് റീഡേഴ്സിനും കിട്ടണം, പോയറ്റിനും കിട്ടണം എന്നാണ് ഈ ഒരു അലങ്കാരം എന്നുള്ളൊരു ടേമിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.